ലോക ചരിത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് 1947. ബ്രിട്ടന്റെ സാമ്രാജ്യത്വ യുഗം അവസാനിപ്പിച്ച് ലോക ജനസംഖ്യയുടെ 1/5 ഉൾക്കൊള്ളുന്ന 2 രാജ്യങ്ങൾ ജനിച്ച വർഷം, ഇന്ത്യയും പാകിസ്ഥാനും. ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ എന്നൊരൊറ്റ രാജ്യത്തിനായി സ്വപ്നം കണ്ടപ്പോൾ മുഹമ്മദ് അലി ജിന്ന ഈ വാദത്തെ നഖശിഖാന്തം എതിർത്തു. പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനായി അയാൾ എല്ലാ വാദങ്ങളും ഉയർത്തി. വിഭജനം സാധ്യമാവുന്നതോടുകൂടി രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ സംഘർഷങ്ങൾക്ക് അവസാനമുണ്ടാവുമെന്നും വിഭജനത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ജനങ്ങളും സഹോദരങ്ങളെ പോലെ കഴിയുമെന്നും ജിന്ന വാദിച്ചു. എന്നാൽ ജിന്നയുടെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ കാലത്ത് പോലും നടപ്പിലായില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിഭജനം എന്ന് നടന്നു അന്നു മുതൽ തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും ആരംഭിച്ചു. 1947 വിഭജനം നടന്ന ഉടനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ യുദ്ധമുണ്ടാവുന്നത്. ഇരു രാജ്യങ്ങളിലും ചേരാതെ സ്വതന്ത്രമായി നിന്ന കശ്മീരിനെ പാകിസ്ഥാന്റെ പിന്തുണയുള്ള സായുധ തീവ്രവാദ സംഘങ്ങൾ ആക്രമിക്കുകയായിരുന്നു. ഒടുവിൽ ഹരിസിംഗ് രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം കാശ്മീരിനെ ഇന്ത്യ സഹായിച്ചു. 1949 ജനുവരി വരെ നീണ്ട സംഘർഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ മധ്യസ്ഥതയിലാണ് തീർപ്പായത്. വെടിനിർത്തൽ നടപ്പായതോടെ യഥാർത്ഥ നിയന്ത്രണ രേഖ സ്ഥാപിതമാവുകയും ചെയ്തു. 1965 ആഗസ്റ്റിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രണ്ടാം യുദ്ധം ആരംഭിച്ചത്. വേഷന്മാരെ സൈനികരെയും കലാപകാരികളെയും പാകിസ്ഥാൻ കശ്മീരിലേക്ക് അയക്കുകയായിരുന്നു. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ നടത്തിയ നീക്കത്തിലൂടെ പാക് സേന തിത്വാർ, ഉറി, പൂഞ്ച് മേഖലകളിൽ കടന്നുകയറുകയും ഹാജിപൂർ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നാലെ ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചു. ഈ തിരിച്ചടിയിൽ സിയാൽകോട്ടിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത സൈന്യം ലാഹോറിന്റെ തൊട്ടടുത്ത് വരെ എത്തി. ഒടുവിൽ സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ താഷ്കന്റ് ഉടമ്പടി പ്രകാരം വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. 1971 കിഴക്കൻ പാകിസ്ഥാൻ എന്ന ഇപ്പോഴത്തെ ബംഗ്ലാദേശിന് വേണ്ടിയാണ് മൂന്നാം യുദ്ധമുണ്ടായത്. കിഴക്കൻ ഭാഗത്ത് പാകിസ്ഥാൻ നടത്തിയ അടിച്ചമർത്തൽ നടപടികൾ പ്രദേശത്ത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പിന്നാലെ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ബംഗ്ലാദേശികൾക്കൊപ്പം ഇന്ത്യ നിലകൊള്ളുകയും ഡിസംബർ 3 യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. 13 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പാക് സേന കീഴടങ്ങി. തുടർന്ന് ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായി. 1999 കാർഗിൽ യുദ്ധം സമീപകാല ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘർഷമായിരുന്നു. കാർഗിൽ മേഖലയിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറിയതോടെയാണ് യുദ്ധത്തിന്റെ തുടക്കം. കരസേനയും വ്യോമസേനയും ചേർന്ന് ആരംഭിച്ച ഓപ്പറേഷൻ വിജയിലൂടെയായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. 85 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ജൂലൈ 26 ഇന്ത്യ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണം തിരിച്ചുപിടിച്ചു. യുദ്ധത്തിൽ 500-ലധികം സൈനികരാണ് വീരമൃത്യു വരിച്ചത്. 2016 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടാകുന്നത്. ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈനിക താവളത്തിനു നേരെ ഭീകരാക്രമണമുണ്ടായതായിരുന്നു തുടക്കം. ഇതേ തുടർന്ന് പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്കു നേരെ ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പുൽവാമ ആക്രമണവും തുടർന്നുണ്ടായ ബാലക്കോട്ട് മിന്നലാക്രമണവുമാണ് ഇരു രാജ്യങ്ങളിലും തമ്മിലുണ്ടായ ഏറ്റവും അവസാനത്തെ സംഘർഷം. 2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവാന്തിപുരക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി പോയ വാഹനങ്ങൾക്കു നേരെ ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു. 40 CRPF ജവാന്മാരാണ് ഈ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. തുടർന്ന് പുൽവാമയ്ക്ക് മറുപടിയുമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തി. ഇവയ്ക്ക് പുറമെ ഈ കാലയളവിൽ നിരവധി തവണ വലുതും ചെറുതുമായ നിരവധി സംഘർഷങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സംഘർഷങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലുകളാണ് പഹൽഗാം ഭീകരാക്രമണവും അതേ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂറും.